الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നിങ്ങളുടെ ഇങ്ങനെ വിളിച്ചാൽ ഓക്കെ ആവും. നിങ്ങളുടെ ഒരു ഇൻറ്ററാക്ഷനോടുകൂടി എല്ലാവരോടും ചോദിച്ചും പറഞ്ഞും കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറത്ത് യൂസുഫ് നമ്മൾ പറയുന്നില്ല ഇനി, കാരണം അത് കുറെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും കുറച്ച് ഇതിനകത്ത് പറയുന്നത് ഈ ലിറ്റററി ആങ്കേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശമാണ്. ആ വശം ഞാൻ പറയുന്നത് മൊത്തം ഖുർആൻ നമ്മൾ എടുക്കുമ്പോൾ അതിനുമ്പ് ഇന്നത്തെ ഒരു അജണ്ട ഞാൻ ശരിക്കും ഒന്ന് പറയാം. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ, ഖുർആൻ പഠന അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലാസ്സിൽ പറഞ്ഞു. ഈ സൂറത്ത് യൂസുഫ് പഠിച്ച അനുഭവം മാത്രമല്ല, മൊത്തത്തിൽ ഖുർആൻ പഠനത്തിലെ നിങ്ങളുടെ അനുഭവങ്ങൾ പറയാം. എന്തിനാന്ന് വെച്ചാല് അത് നമുക്ക് പുതിയ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇതുവരെ മറ്റൊരു ക്ലാസ്സിലൊന്നും പോകാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു പ്രചോദനം കിട്ടുന്നതാണ്. എങ്ങനെയാണ് ഖുർആൻ ഞാൻ പഠിക്കേണ്ടതായി ഇല്ലാത്തത്, ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള അനുഭവങ്ങൾ കിട്ടുന്ന അത്തരം ഒരു അനുഭവ പരിചയമാണ് നമ്മൾ അടുത്തതായിട്ട് നടത്താൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്വിസ് ഉണ്ട്. അത് ഓൺലൈനാണ്, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന. ആ ക്വിസിന്റെ ഉദ്ദേശം, അതിൽ നമ്മൾ സൂറത്ത് യൂസുഫ് ഒന്ന് റീക്യാപ്പ് ചെയ്യും. കാരണം അത് സൂറത്ത് യൂസുഫിനെ മൊത്തം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വിസാണ്. വളരെ എളുപ്പമുള്ള ക്വിസ്. നിങ്ങൾക്ക് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, ആൻസർ ടാപ്പ് ചെയ്താൽ മതി. ഏതാ ആൻസറിന് വേറെ എവിടെയും പോകണ്ട. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്താൽ മതി. ഒന്നുകിൽ എന്താ പ്രശ്നം, ഞാൻ അനങ്ങിയാലാണ് നിങ്ങൾ അനങ്ങോളൂ, അല്ലെങ്കിൽ ഇത് ഉറങ്ങിപ്പോകും. ഓക്കെ, ശരി. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. അപ്പം ക്വിസൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്താൽ സമ്മാനമുണ്ട്. ആദ്യത്തെ 10 പേർക്ക് സമ്മാനമുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യാം. അപ്പോ ഞാൻ തുടങ്ങണം. അപ്പൊ ഇനിയാണ് ശരിക്കും ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ ഖുർആൻ മൊത്തം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഖുർആനിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരുപാട് രൂപത്തിൽ അപ്രോച്ച് ചെയ്യാം. എങ്ങനെ നമ്മൾ ഇനി മുതൽ പഠിക്കുമ്പോൾ അപ്രോച്ച് ചെയ്യണം എന്ന ഒരു ചെറിയ വിശദീകരണമാണ് ഞാൻ നൽകുന്നത്. അതായത് ഖുർആനിൽ ഇപ്പൊ നോക്കും നമ്മള്, ഖുർആന്റെ പേര് എന്താ? ഖുർആൻ. പടച്ചോന് വേണമെങ്കിൽ ഒരു ഇസ്ലാമിക് ബുക്ക് അല്ല, നമ്മളൊക്കെ ഇസ്ലാമിക വോട്ട് കമ്പനി എന്നൊക്കെ ഇടുന്ന പോലെ പേര് എന്നൊക്കെ ഇടാമായിരുന്നു. പക്ഷെ അത്ര എന്തായിട്ട് ആ പേര് ഖുർആൻ എന്തായിട്ട് അർത്ഥം? റിസൈറ്റൽ, വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം. വെറുതെ പറയാനോ കേൾക്കാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ മാത്രമല്ല, നിരന്തരം വായിക്കപ്പെടേണ്ട. അതാണ് ആ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇനി ഇതിന് അധ്യായത്തിന് ഒന്നിട്ട് പേരെന്താ? അധ്യായത്തിന് അന്നിട്ട് പേരെന്താ? സൂറത്ത് അല്ല, പദം സൂറത്ത്. സൂറത്തിന്റെ അർത്ഥം എന്താ? സൂറത്തിന്റെ അർത്ഥം അല്ല, ചാപ്റ്റർ എന്നല്ല. അറബി ഭാഷയിൽ സൂർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഒരു ചുറ്റുമതിൽ എന്നാണ്. ചുറ്റുമതിൽ, സൂർ. അപ്പൊ എന്തിനായിരിക്കും വിശുദ്ധ ഖുർആനിലെ നമ്മൾ ചാപ്റ്റർ എന്ന് വിളിക്കുന്ന ആ ചാപ്റ്ററിന് സൂറത്ത് എന്നതാണ് പേരിട്ടത്? അതവിടെ കേട്ടോ, അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഖുർആനിലെ വേഴ്സിന്, വാചകത്തിന് ഉള്ള പേരെന്താ? ആയത്തിന്റെ അർത്ഥം എന്താ? വേഴ്സ് അല്ല, അല്ല, ദൃഷ്ടാന്തം, സയൻസ് ആണ്. ഒരു എന്തുകൊണ്ട് പടച്ചോൻ വേഴ്സിന് അല്ലെങ്കിൽ വേഴ്സ് എന്ന് കുറിക്കുന്ന ഒരു പദം ഇടാതിരുന്നത്? കാരണം കാഫ് ഒരായത്താണ് അല്ല, കാഫ്. യാസീൻ ഒരായത്താണ്. അലിഫ് ലാം മീം ഒരായത്താണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ് ആയത്താണ്. അപ്പൊ വേഴ്സ് ഇട്ടിരുന്നെങ്കിൽ അതൊന്നും ആയത്താവൂല. കാരണം വേഴ്സിന്റെ മീനിങ് എന്താ? ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്. അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിലും അവന്റെ ഗ്രന്ഥത്തിലെ നമ്മൾ വിളിക്കുന്ന സൂക്തങ്ങൾക്കും വേഴ്സുകൾക്കും ഈ പ്രപഞ്ചത്തിലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, നമ്മൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത്, ഇതിനൊക്കെ ഇട്ട ഒറ്റ പേരാണ്. എന്താണത്? ആയത്ത്, സയൻസ് ആണത്, ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഖുർആനിലെ
നമ്മൾ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് സെന്റൻസിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ സൂറത്തുൽ ബക്കറ എടുത്ത് ആദ്യം മുതൽ അവസാനം വരെ ഓതിക്കഴിഞ്ഞാൽ പരസ്പരം ബന്ധമില്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണാം. ഇപ്പൊ ഞാനിവിടെ നിങ്ങളോട് ഈ ക്ലാസ്സിൽ വിളിച്ചു വരുത്തിയിട്ട് ഞാനിവിടെ നമ്മൾ പ്രസംഗിച്ചു തുടങ്ങി. ആദ്യം അമേരിക്കയിൽ പോയി, പിന്നെ ബ്രിട്ടനിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റിനെ കുറിച്ച്, പിന്നെ ഇന്ത്യയിൽ മോഡിനെ കുറിച്ച്, പിന്നെ അത് കഴിഞ്ഞ് പിണറായിനെ കുറിച്ച്, അതിനുശേഷം ഒരുപാട് സോഷ്യൽ വിഷയങ്ങൾ, കുടുംബ വിഷയങ്ങളൊക്കെ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ അവസാനം ഈ പ്രസംഗത്തിന് എന്ത് വിളിക്കും? ഒരു ലെവലില്ലാത്ത പ്രസംഗം, ഒരു പൊട്ടത്തരം എന്നാ വിളിക്കുക. കാരണം എന്താ? അതൊരു വിഷയത്തിൽ ഒതുങ്ങിക്കുന്നില്ല. ശരിക്കും ഖുർആൻ അങ്ങനെയല്ലേ? ഖുർആൻ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ട് അൽബക്കറ എടുത്ത് നോക്ക് അല്ലെ, ഇങ്ങനെ കയറി പോകുന്നത് നോക്ക്. അപ്പൊ ആ സ്ട്രക്ചറിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പേരൊരു പ്രശ്നമാണ്, അതിലെ വേഴ്സുകൾ ഒരു പ്രശ്നം ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഷയമായിട്ടാണ് അത് വരുന്നത്. അതിന്റെ ആയത്തുകള് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിനെ കുറിച്ചുള്ള യഥാർത്ഥ പിക്ചർ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറിപ്പോകും. അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സൂറത്തിലേക്ക് വരാം. സൂറത്തിന്റെ മീനിങ് എന്താ? സൂറ് ചുറ്റുമതില്, ബൗണ്ടിങ് വാള്, ഒരു ബൗണ്ടറി വാള്. പണ്ട് കാലത്ത് ഈ ബൗണ്ടറി വാൾ, ഏൻഷ്യൻ സിറ്റീസിന് ഒരു ബൗണ്ടറി വാൾ ഉണ്ടാവും. എന്തിനായിരിക്കും അത്? ആ സിറ്റിയിലെ എല്ലാ സർവീസസും അല്ലെ, അങ്ങനെയുള്ള ഇപ്പോഴും ഉണ്ട്. ബൗണ്ടറി വാൾ ഉണ്ട്. സിറ്റിക്ക് ഒരു അതിർത്തി ഉണ്ടാവുമല്ലോ. നമ്മളൊരു പഞ്ചായത്ത് പോകുമ്പോ നന്ദി അല്ല, പഞ്ചായത്ത് കിടക്കുമ്പോ അടുത്ത പഞ്ചായത്തിലേക്ക് സ്വാഗതം. അപ്പൊ ആ സിറ്റിക്ക് ഒരു പണ്ട് കാലത്ത് ഒരു ബൗണ്ടറി വാൾ ഉണ്ടാവും. അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിലൂടെയാണ് കടക്കുക. ആ ഗേറ്റിലൂടെ കടന്നു കഴിഞ്ഞാൽ ആ സിറ്റിയിൽ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പഞ്ചായത്ത് ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് കോർപ്പറേഷൻ ഓഫീസ് ഉണ്ട്, ട്രാഫിക് പോലീസ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലെ. ഇതെല്ലാം റോഡുണ്ട്. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇതുപോലെയാണ് ഖുർആനിലെ ഒരു സൂറത്ത്. ഖുർആനിലെ ഒരു സൂറത്തിലേക്ക് നമ്മൾ കടന്നാൽ അതിലെ ഓരോ ആയത്തുകളും ഇന്റർ കണക്റ്റഡ് ആണ്. അതിനെക്കുറിച്ചുള്ള ഒരു പഠനം ശരിക്കും നമ്മൾ ആ അർത്ഥത്തില് ഖുർആനെ ആ രൂപത്തിൽ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കത് വേഗം ബോധ്യപ്പെടും. ഉദാഹരണത്തിന് ഖുർആനിൽ 3 തരം സ്ട്രക്ചറുകളുണ്ട്. ഒന്ന് അതിന്റെ മൊത്തത്തിലുള്ള ഈ സൂറത്തുകളുടെ ഒരു സ്ട്രക്ചർ. രണ്ടാമത്തേത് അതിലൊരു ലിനിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് നേരെ ചൊവ്വ ഒരു വാചകം അടുത്ത വാചകത്തോട്, പിന്നെ അടുത്ത വാചകത്തോട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു സ്ട്രക്ചർ. മൂന്നാമത് എല്ലാ സൂറത്തിലും അള്ളാഹു ചില ലിറ്റററി ആങ്കേഴ്സ്. ആങ്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു ഷിപ്പിന്റെ ആങ്കർ എന്താ? ആ ഷിപ്പിനെ പിടിച്ചു നിർത്തുന്ന സംഗതി. ആ സൂറത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഗതി എല്ലാ സൂറത്തിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഏതോ 1-2 പദങ്ങളോ അല്ലെങ്കിൽ ആയത്തുകളോ ഒക്കെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൂറത്തുകൾ നിലനിൽക്കുക. ഞാൻ ചില എക്സാമ്പിൾ പറയാം. അതിനുമുമ്പ് ഈ സ്ട്രക്ചറിനെ കുറിച്ച് പഠനം നടത്തിയ ഒരു വളരെ 2-3 സ്കോളേഴ്സ് ഉണ്ട്. ഒന്ന് ഹമീദുദ്ദീൻ ഫറാഹി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഉറുദുവിൽ എഴുതിയ ആളാണ്. പക്ഷെ അറബി ഭാഷയിലേക്ക് വരെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. നിലാമുൽ ദലാഇൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. 9 സൂറത്തിന്റെ സ്ട്രക്ചർ അദ്ദേഹം എഴുതിയുള്ളൂ. അപ്പോഴൊക്കെ അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം അമീൻ അഹ്സൻ ഇസ്ലാഹി അദ്ദേഹം തദബ്ബുറെ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഉറുദുവില് ഒരു ട്രാൻസ്ലേഷൻ ഖുർആൻ എഴുതിയിരുന്നു. അതിലും ഈ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ അമീൻ അഹ്സൻ ഇസ്ലാഹി നദവി എഴുതിയ ഒരു സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പം സൂറത്തുർ റഹ്മാൻ. ഇപ്പൊ നേരത്തെ ഷാനവാസ് കാറ്റ് പറഞ്ഞത് സൂറത്തുർ റഹ്മാനും തൊട്ടടുത്ത് വരുന്ന സൂറത്ത് ഏതാ? വാഖിയ, സൂറത്തുൽ വാഖിയ. ഈ 2 സൂറത്തും ഇപ്പുറത്തും ഇങ്ങനെ വെച്ചാല് രണ്ടും ഒരു മിററായിട്ട് കാണാൻ പറ്റും. മിറർ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണാടി. അതായത് സൂറത്തുർ റഹ്മാനിൽ പറയുന്ന വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അതിപ്പുറത്ത് സൂറത്തുൽ വാഖിയയിൽ വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം അലാ സുറുറിൻ മുതഖാബിലീൻ. ഇത് ഇപ്പുറത്ത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫീഹിമാ ഐനാനി തജ്രിയാൻ ഫീഹിമാ അല മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ. ഇത് ശരിക്കും നമ്മൾ ആ അർത്ഥത്തിൽ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു മിറർ. സൂറ വാഖിയയും സൂറ റഹ്മാനും കൂടെ എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാല് അതിന് ശരിക്കും ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെ ഇന്നത്തെ ഒരു ക്ലാസിന്റെ വിഷയമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. ഇതുപോലെ ഇതിനെ പറയാൻ ഖുർആന്റെ മൊത്തം സ്ട്രക്ചർ. ഇനി ലിനിയർ സ്ട്രക്ചർ, അതാണ് ജനറൽ സ്ട്രക്ചർ.
ലിനിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഈ സൂറത്ത് യൂസുഫ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. കാരണം അതിലെന്താ ലിനിയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരായത്ത് അതിന്റെ അടുത്ത ആയത്തിനോട് കണക്ട് ചെയ്ത് അടുത്ത ആയത്തിനോട് കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നു. കാരണം എന്താ, സൂറത്ത് യൂസുഫ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. കിണറ്റിലിടുന്നു അല്ലെ, ബാപ്പാനോട് അനുവാദം ചോദിക്കുന്നു, കിണറ്റിലിടുന്നു, അടിമച്ചന്തയിൽ വിൽക്കുന്നു, പ്രഭുവിന്റെ കൊട്ടാരത്തിലെത്തുന്നു, ജയിലിൽ പോകുന്നു, പിന്നെ രാജാവിന്റെ അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അങ്ങനെ മിക്കവാറും എല്ലാ സൂറത്തിലുമില്ല, വളരെ അപൂർവ സൂറത്തുകൾക്ക് അങ്ങനെ ഉള്ളൂ. അങ്ങനെയുള്ള സൂറത്തുകളിൽ, അതല്ലാത്ത സൂറത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ലിറ്റററി ആങ്കേഴ്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ ഒറ്റ വിഷയത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഫോളോ ചെയ്യാനും പറ്റും. ഇനി മുതൽ നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഇത്തരം ലിറ്റററി ആങ്കേഴ്സ് എവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. ഇപ്പൊ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ എത്ര ആയത്തുണ്ട്? 286 ആയത്തുണ്ട് അല്ലെ. ഏറ്റവും വലിയ സൂറത്താണ്, ഏറ്റവും വലിയ ആയത്തും ആ സൂറത്തിലാണ്. അതായത് ആയത്തുദ്ദൈൻ അല്ല. ഈ സൂറത്തിലെ ആയത്തുകൾ തമ്മിൽ അങ്ങനെ കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ് ഇന്ന് പറയാൻ പോണത്. ഉദാഹരണത്തിന് ആദ്യത്തിൽ തുടക്കത്തിൽ അള്ളാഹു പറയുന്ന ഒരു ആയത്തുണ്ട്, ഫമാ റബിഹത് തിജാറത്തുഹും അല്ലെ. ഫമാ റബിഹത് തിജാറത്ത് തുടക്കത്തിൽ ഒരു പേജ് കൂടി കഴിയുമ്പോൾ പറയുന്ന ഒരു ആയത്താണത്. ഫമാ റബിഹത് തിജാറത്ത് എന്താ അതിന്റെ അർത്ഥം? അവരുടെ കച്ചവടം റബിഹ ലാഭകരമായില്ല. അപ്പൊ കച്ചവടം ലാഭം അല്ലെ. തൊട്ടടുത്ത് തന്നെ പറഞ്ഞു ഉലൈകല്ലദീന ഇശ്തറവു വലാലത ബിൽ ഹുദാ അല്ലെ. അവരാണ് സന്മാർഗം വിറ്റിട്ട് പകരം ഹുദ വാങ്ങിയവര്. സന്മാർഗം വിറ്റിട്ട് ലലാലത്ത് വാങ്ങിയവർ. ഉലൈകല്ലദീന ഇശ്തറവു ലലാലത ബിൽ ഹുദാ. അപ്പൊ എന്താണ് വന്നത്? പർച്ചേസ്. ആദ്യം കച്ചവടം, ലാഭം, പിന്നെ ഇപ്പോ പർച്ചേസ് വന്നു. ഇനി സൂറത്തുൽ യൂസുഫ് സൂറത്തുൽ ബഖറ നിങ്ങൾ എടുത്തു നോക്കൂ. ഇടക്കിടക്ക് ഒന്നുകിൽ ഇൻഫാഖ്, അല്ലെങ്കിൽ ബൈ, അല്ലെങ്കിൽ റിബ, അല്ലെങ്കിൽ ദൈന്, ഇതുപോലെ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ സൂറത്തുൽ ബഖറയിലെ ഒരു ലിറ്റററി ആങ്കർ ആണ് എന്ത്? കച്ചവടം, ലാഭം, ഇടപാടുകള്. ഇടക്കിടക്ക് ശരിക്കും ബനി ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ മിക്കവാറും സ്ഥലത്ത് അള്ളാഹു അല്ലെങ്കിൽ അല്ലദീന യശ്തറു ഉലൈകല്ലദീന ഫവൈലുല്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ. എന്താർത്ഥം? തുച്ഛമായ വില വാങ്ങാൻ വേണ്ടി. മനസ്സിലാവും? ഇടക്കിടക്ക് അങ്ങനെ നടത്തി കാണാൻ പറ്റും. ഇതിനെയാണ് എന്ത് പറയാ? ലിറ്റററി ആങ്കർ, സാഹിത്യത്തിന്റെ ഒരു നങ്കൂരം എന്ന് മലയാളത്തിൽ പറയാം. ഈ ഓരോ സൂറത്തിനെയും നങ്കൂരം ഇട്ടിട്ടുള്ള ചില അടിസ്ഥാനങ്ങൾ കാണാൻ പറ്റും. ഇനി സൂറത്തു ദുഹാൻ ആരൊക്കെ പഠിച്ചവരുണ്ട്? സൂറത്തു ദുഹാൻ പഠിച്ചവരുണ്ട് ഇവിടെ. അതിൽ അള്ളാഹു എന്നൊരായത്തുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ആകാശം ഒരു വ്യക്തമായ പുകയുമായിട്ട് വരും. പുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തത ഉണ്ടാവും. സ്മോക്ക് സാധാരണ വ്യക്തത ഉണ്ടാവില്ലല്ലോ. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കൂ, ആകാശം വ്യക്തമായ ഒരു പുകയുമായിട്ട് വരും എന്നുള്ള പറയുമ്പോ അതിന്റെ അർത്ഥം പുക വരുന്നതല്ല വ്യക്തത, പിന്നെ ആ പുക ഒരു ശിക്ഷയായിട്ടാണ് വരാൻ പോണത്. ദുഹാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. അത് വ്യക്തമായിരിക്കും, നിങ്ങൾക്ക് ക്ലിയർ ആണ്. അത് വരുമ്പോ കാണുമ്പോൾ മനസ്സിലാവും അതെന്താണ് അള്ളാഹിന്റെ ഭാഗത്തുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആ സൂറത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കൂ. റസൂലുൽ മുബീൻ, കിതാബുൽ മുബീൻ. മുബീൻ കൊണ്ടുള്ള ഒരു കളിയാണ്. പിന്നെ എന്താ? ഈ പ്രവാചകൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വ്യക്തമായ ഒരു പ്രവാചകനാണ്. ഈ കിതാബ് ഒരു വ്യക്തതയുള്ളതാണ്. ഞാൻ ശരിക്കും ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ വളരെ യാദൃച്ഛികമായി എന്റെ ശ്രദ്ധയിൽ ഒരു സൂറത്ത് പെട്ടു. ഞാനത് മോനും വൈഫും ഒക്കെ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. സൂറത്തു ഷുഅറ പഠിച്ചിട്ടുണ്ടോ? ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇപ്പൊ ഈ ഇൻട്രസ്റ്റിംഗ് ഒന്ന് എടുത്തു പോയിക്കൊണ്ടോ. 8 പ്രാവശ്യം സൂറത്തു ഷുഅറയില് അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയ, ഇന്ന ഫീ ദാലിക ലആയ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും അതില് ഒരു ആയത്ത്, ദൃഷ്ടാന്തമുണ്ട്. പക്ഷെ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരിൽ അധിക പേരും
വിശ്വസിക്കുന്നവരല്ല. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, നിന്റെ റബ്ബ് തീർച്ചയായിട്ടും അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറ്റൊരാൾക്ക് അതിജയിക്കാൻ പറ്റാത്ത ഒരു ശക്തിയുള്ളവനാണ്. റഹീം, കാരണം ഇത് ഈ സൂറത്തില് 8 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യം വരുന്നത് ഒരു ഭൂമിയുടെ അടയാളങ്ങൾ പറയുമ്പോ, ഭൂമിയിലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, പിന്നെ പറയുന്നത് മൂസാ നബിയുടെ ചരിത്രം പറയുമ്പോൾ, പിന്നെ ഈസാ നബിയുടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം, പിന്നെ നൂഹ് നബിയുടെ ചരിത്രം, ലൂത്ത് നബിയുടെ ചരിത്രം, സാലിഹ് നബിയുടെ ചരിത്രം, ഹൂദ് നബിയുടെ ചരിത്രം, ഷുഐബ് നബിയുടെ ചരിത്രം, ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എന്തിനാ സൂചിപ്പിക്കണം എന്നറിയോ? നമ്മൾ ഇത് മുതൽ ഖുർആൻ പഠിക്കുമ്പോ ഇതുപോലെ എവിടെയാണ് ഇത്തരം ഓരോ സൂറത്തിന്റെയും ആങ്കർ എവിടെയാണ് നമ്മൾ കണ്ടെത്തിയാൽ അത് ആ സൂറത്തിൽ അതിനെ റിവോൾവ് ചെയ്തിട്ടാണ് ആ സൂറത്തിന്റെ മൊത്തം അർത്ഥവും അതിന്റെ വിശദീകരണവും എന്ന് പലപ്പോഴും നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സൂറത്ത് യൂസുഫിനെ ഞാനൊന്ന് വിശകലനം ചെയ്യട്ടെ. നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതുപോലത്തെ ചില ഒരു സ്ഥലത്ത് അള്ളാഹു ഒരു വാചകം പ്രയോഗിച്ചു, അതേ വാചകം വേറൊരു സന്ദർഭത്തിൽ അള്ളാഹു പ്രയോഗിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, അവിടെ അള്ളാഹു കാര്യമായിട്ടൊരു ഊന്നൽ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട ഒരു പാഠം എന്ന്. മൊത്തം ഖുർആൻ ഫോളോ ചെയ്യേണ്ടതാണ്, പക്ഷെ അതിൽ പ്രത്യേകമായ ഒരു പാഠം ഉണ്ടെന്ന് മനസ്സിലാക്കണം. നോക്കൂ, ആദ്യത്തെ ഒരു ആയത്ത് ഞാൻ പഠിക്കുന്നത് 21-ാമത്തെ ആയത്ത്. 21-ാമത്തെ ആയത്ത്, وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا يوسف في الأرض. ഹൈലൈറ്റ് ചെയ്തേക്കുന്ന വാചകം ആരാണ് അർത്ഥം പറയാം? وكذلك مكنا ليوسف في الأرض. എന്താ അർത്ഥം? യൂസുഫ് അലൈഹിസ്സലാമിക്ക് നാം അദ്ദേഹത്തെ ഒന്ന് സ്റ്റേഷൻ ചെയ്തു, ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒന്ന് മക്കന്ന എന്ന് പറഞ്ഞ എംപവർ ചെയ്തു എന്നാണ്, അല്ലെ? ഇതെപ്പോഴാ പറയുന്ന? യൂസുഫ് അലൈഹി ഇസ്ലാം എവിടെ എത്തിയപ്പോഴാ? മിസ്രില് കൊട്ടാരത്തിലെത്തിയപ്പോൾ. കൊട്ടാരത്തിൽ എങ്ങനെ എത്തുന്നത്? ഒരു അടിമയായിട്ടാണ്, അല്ലെ? അടിമയാകാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പവർ ഉണ്ടോ അടിമയ്ക്ക്? ഒരു പവറും ഇല്ല. ഒരു പവറും ഇല്ലാന്ന് നമുക്ക് തെളിയുന്നുണ്ട് പിന്നീട്, അല്ലെ? ജീവിതം കട്ടപ്പോകയാണ് അപ്പോ, അല്ലെ? വീട്ടിൽ നിന്ന് ഇറങ്ങി കിണറ്റിൽ വീണു, കിണറ്റിൽ നിന്ന് ആരോഗ്യം എടുത്തു, അടിമച്ചന്തയിൽ വിറ്റു, ആ അടിമച്ചന്തയിൽ വിറ്റിട്ട് പ്രഭുവിന്റെ കൊട്ടാരത്തിലെത്തി. അപ്പൊ അള്ളാഹു പറയുന്ന ഒരു വാക്കെന്താ? ഭൂമിയിൽ യൂസുഫിന് നാം ഒരു സ്റ്റേഷൻ കൊടുത്തു, അദ്ദേഹത്തെ ഞാൻ എംപവർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് 56-ാമത്തെ ആയത്തില് അതേ വാചകം വെർബാറ്റിം സെയിം ആണ്, അല്ലെ? സെയിം പദം നോക്കൂ. ഇതെപ്പോഴാ? ഇതെപ്പോഴാ പറയുന്ന? യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി രാജാവിന്റെ മന്ത്രിയായി, അല്ലെ? ഖജനാവ് കാക്കുന്ന മന്ത്രിയായി. ശരിക്കും ഈ മക്കന്ന എന്നുള്ള സംഭവം നടക്കണ എവിടെയാ? ഈ 51-ാമത്തെ ആയത്തിലാണ്. പക്ഷെ 26-ാമത്തെ ആയത്തിൽ വരെ അള്ളാഹു അത് പറഞ്ഞു. അപ്പോ എന്തായിരിക്കും അതിന് കാരണം? ആലോചിച്ച് നോക്കുക. അവിടെയാണ് അതിന്റെ ഒരു അള്ളാഹു ഒരു പദം ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ട് വേറൊരു സ്ഥലത്ത് അതേ പദം പ്രയോഗിക്കുമ്പോ അതേ രൂപത്തിൽ തന്നെ അത് പറയുമ്പോൾ വെർബാറ്റിം ഒരു വ്യത്യാസമില്ലാതെ പറയുമ്പോ ആദ്യത്തിലും ആ അർത്ഥത്തിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ രണ്ടാമത്തെ മക്കന്ന രണ്ടാമത്തെ തംകീനിലേക്ക് യൂസുഫ് നബീനെ എത്തിച്ചത് ഏതാ? ആദ്യത്തെ തംകീനാണ്. ആദ്യത്തെ തംകീൻ ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ തംകീനിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം എത്തുമായിരുന്നില്ല. മീനിങ്, നമ്മുടെ ജീവിതത്തില് ഒരുപാട് കഷ്ടപ്പാടുണ്ടാവും, ഭയങ്കര പ്രയാസം ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ഘട്ടം ഉണ്ടാവും. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ കാണാം അവിടെ നിന്നാണ് നമ്മൾ ഉയർന്നു വന്നത്. ആ സംഭവം ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സംഭവത്തിലേക്ക് നമ്മൾ എത്തുമായിരുന്നില്ല. ഇവിടെ അള്ളാഹു യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഈ കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ടത് എന്തിനാ?
അതാണ് പിന്നെ പറയുന്നത് വലിയ അല്ലിമഹു മിൻ തഅ്വീലിൽ ഹദീസ്. അവിടെ നിന്നാണ് അദ്ദേഹം എല്ലാ പൊളിറ്റിക്കൽ സ്പീച്ചും ഇക്കണോമിക് സ്പീച്ചും അല്ല ഫൈനാൻസ് മിനിസ്ട്രിയുടെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും എന്ത് കാര്യങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ അദ്ദേഹം പഠിച്ചത് എവിടെ നിന്നാണ്? ഈ കൊട്ടാരത്തിൽ നിന്നാണ്. ഒരു അടിമയായിട്ട് നിന്നുകൊണ്ടാണ്. ആ അടിമയായതുകൊണ്ടാണ് എല്ലായിടത്തേക്ക് ആക്സസ് കിട്ടിയത്. ചില ഓഫീസുകളില് ഓഫീസ് ബോയ്ക്ക് ആക്സസ് ഉണ്ടാവും അല്ലെ? കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഓഫീസ് ബോയിനോട് പറയണം. കാരണം എന്താ? മൂപ്പരാണ് സിഇഒയുടെ അടുത്ത് വരെ പോവുക. അതുപോലത്തെ ഒരു തംക്കീനാണ് അല്ലാഹു യൂസുഫ് നബിക്ക് കൊടുത്തത്. ഒരു സ്ലേവ് ആയിട്ട്, ഒരു സെർവന്റ് ആയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് എന്തിനാ? ഇത് പഠിക്കാനാണ്. അപ്പോ ആ അതേ പദം അള്ളാഹു പ്രയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ്. ഇനി നോക്കൂ അടുത്തതില്, തൊട്ടടുത്ത ആയത്താണ്, 22-ാമത്തെ ആയത്താണ്. വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വഇൽമൻ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. അതേ ആ തംകീന് ആക്കി കൊടുത്ത് തന്നെ പറയണം അല്ലാഹു. അതിനുശേഷം അദ്ദേഹം യുവാവായപ്പോ അദ്ദേഹത്തിന് നാം ഹുക്കുമും ഇൽമും നൽകി. നമ്മൾ 2 ക്ലാസ് എടുത്ത് വിശദീകരിച്ചു, 2 മണിക്കൂർ എടുത്ത് വിശദീകരിച്ചാണ് ഹുക്കും എന്താ ഇൽമ എന്താന്നുള്ളത്. അതിനകത്തേക്ക് പോണോ? വേണ്ട. അപ്രകാരമാണ് നാം മുസ്ലിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇനി അതേ 57-ാമത്തെ ആയത്തിൽ തൊട്ടടുത്ത 56-ന്റെ തൊട്ടടുത്ത 57-ാമത്തെ ആയത്തില് അല്ല സോറി അതേ ആയത്തിൽ തന്നെ ആദ്യത്തിൽ പറഞ്ഞ ആദ്യം പറഞ്ഞത് അപ്രകാരമാണ് നാം മുസ്ലിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇവിടെ പറയുന്നത് എന്താ? നാം മുസ്ലിങ്ങളുടെ പ്രതിഫലം ഒരിക്കലും പാഴാക്കുകയില്ല. മുസ്ലിനായിരുന്നു ആര്? യൂസുഫ് അലൈഹിസ്സലാം. കൊട്ടാരത്തിലും മുസ്ലിനായിരുന്നു, കൊട്ടാരത്തിലൊരു അടിമയായിരുന്നപ്പോഴും മുസ്ലിനായിരുന്നു. അതേ കൊട്ടാരത്തിൽ ഒരു രാജാവിന്റെ അതേ പദവി ലഭിച്ചപ്പോഴും യൂസുഫ് നബി ആരാണത്? മുസ്ലിനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ എന്ന് പറയുന്നത് യൂസുഫ് അലൈഹിസ്സലാം. ഇതൊക്കെ ക്വിസിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കും കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളേ. ക്വിസിൽ ഇതൊക്കെ വരുവേ. അപ്പോ മുഹ്സിൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് അവസരത്തിൽ, അതായത് ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസങ്ങളുടെയൊക്കെ പടുകുഴിയിലായിരിക്കുമ്പോഴും അവിടെ നിന്ന് കയറി നമുക്ക് അധികാരം, ഒരു രാജ്യത്തിന്റെ ടോപ്പ് ലെവലിലുള്ള അധികാരം കിട്ടുന്ന സന്ദർഭത്തിലും മുഹ്സിനാകാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ ചെയ്യുന്ന പണി ഏറ്റവും ഭംഗിയായി വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയുള്ള ആളുകളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കൽ. ഇവിടെ പറഞ്ഞ് പാഴാക്കൽ എന്ന് പറഞ്ഞ് അപ്പുറത്ത് പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് നാം പൂർണ്ണമായ പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞു. ഇനിയുണ്ട് ഇതിലെ തന്നെ ഈ ആയത്തിൽ തന്നെ വേറൊരു സംഗതി ഉണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മൾ ഇതിനകത്തേക്ക് തിരിച്ചു പോയാല് പറഞ്ഞല്ലോ. ഈ തംകീനാക്കിയത് എന്തിനാ? അദ്ദേഹത്തിന്റെ സ്പീച്ചസ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു പഠനത്തിനുള്ള ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് അള്ളാഹു അവിടെ യൂസുഫ് അലൈഹിസ്സലാം കൊടുത്തത്. പക്ഷെ രണ്ടാമത് പറഞ്ഞത് ഈ ആയത്തിന് ശേഷം മുസ്ലിം, ഈ ആയത്തിന് ശേഷം വരുന്ന ആയത്ത് ആർക്കും ഓർമ്മയുണ്ടാ? ഈ ആയത്തിന് ശേഷം വരുന്ന ആയത്ത് വല അജ്റുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന ആമനു അല്ല ഖൈറുൽ ലില്ലദീന ആമനു വകാനൂ യത്തഖൂൻ. ഇതിന് ശേഷം വരുന്ന ആയത്ത്, അതായത് ഈ തംകീൻ അള്ളാഹു എന്തിനാണ് ഇവിടെ കൊണ്ടുപോയിട്ടത്? അഹാദീസ് പഠിപ്പിക്കാനാണ്. പക്ഷെ രാജകൊട്ടാരത്തിലെത്തി എന്തിനാണെന്നറിയോ? ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് പിന്നെ യൂസുഫ് അലൈഹി സ്വലാം ഉയരാൻ വേറെ വല്ലതുണ്ടോ? ഒരു അംബാനി ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അംബാനി ആവാനല്ലേ പറ്റുള്ളൂ, അല്ലെ? അതിനേക്കാൾ അപ്പുറം പറ്റില്ലല്ലോ. അവിടെ വെച്ച് അള്ളാഹ് പറഞ്ഞു വല അജ്റുൽ ആഖിറതി, പരലോകത്തെ പ്രതിഫലമാണ്, ഖൈറുൽ ലില്ലദീന ആമനു, ഇതിനേക്കാളും ബെറ്റർ വിശ്വസിച്ചവർക്കും. ഓക്കെ, ഇനി അടുത്തൊരു ആംഗിളിനെ കുറിച്ച് പറയാം. وراودته التي هو في بيتها عن نفسه وغلقت الابواب وقال هيت لك قال معاذ الله. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സന്ദർഭം യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? മഅദല്ലാ. എന്താ മഅദല്ലയുടെ അർത്ഥം? ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞോട്ടാ, ഞാൻ പറഞ്ഞ അർത്ഥം പറഞ്ഞു. മഅദല്ലാ എന്താ അർത്ഥം? ഐ ക്ലിങ് ടു അല്ലാഹ്. മാഷാഅല്ലാ, താഹിറക്ക് ഒരു കൈയടി കൊടുക്കാൻ. ഐ ക്ലിങ് ടു അല്ലാഹ് അല്ലെ? മഅദല്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നു. നമ്മളതിന് സാധാരണ അർത്ഥം പറയണെന്താ? അള്ളാഹുവിൽ അഭയം, അള്ളാഹു. ശരിയാണത്. പക്ഷെ ശരിക്കും അതിന്റെ അർത്ഥം നമ്മളന്ന് വിശദീകരിച്ച് പറഞ്ഞിരുന്നു.
ഐ ക്ലിങ് ടു അള്ളാഹ്. ഞാൻ അള്ളാഹുവിനെ ഇങ്ങനെ ശരിക്കും ആ പാർശ്വത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഇതെപ്പോഴാണ് യൂസുഫ് അലൈഹി സ്വലാം പറയുന്നത്? അദ്ദേഹത്തിന് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ കാല് വഴുതിപ്പോയേക്കാവുന്ന, സാധാരണ മനുഷ്യന്മാര് വഴുതിപ്പോയേക്കാവുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്ത്, ഞാൻ അള്ളാഹുവിനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു അള്ളാഹുവിനോട്. ഇനി ഇതെപ്പോഴാ പറയണം? ബിന്യാമിനെ പിടിച്ചു വെച്ചപ്പോ സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? യാ അയ്യുഹൽ അസീസ് ഇന്ന ലനാ അബൻ ശൈഖൻ കബീറൻ ഫഖുദ് അഹദനാ മകാന. എന്ത് വേണം? ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ. ഞങ്ങളിൽ ഒരാളെ എടുത്തു വെച്ചോ, ഞങ്ങൾക്കൊരു വളരെ വയസ്സുള്ള ഒരു വാപ്പുണ്ട്. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞ എന്താ? ഐ ക്ലിങ് ടു അല്ലാഹ്. ഇവിടെ അദ്ദേഹത്തിന് രണ്ടാമത് പറയേണ്ട വാക്കുണ്ടോ? നമ്മൾ പരീക്ഷ +2 +1 പരീക്ഷയ്ക്ക് നന്നായി പഠിക്കും. പരീക്ഷ കഴിഞ്ഞാലോ, അപ്പൊ പരീക്ഷയ്ക്ക് വന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പഠിച്ചോനെ ജയിപ്പിക്കണേ, പഠിച്ചോനെ ജയിപ്പിക്കണേ. പരീക്ഷ കഴിഞ്ഞാലോ, പരീക്ഷ കഴിഞ്ഞാൽ അതേപോലെ പ്രാർത്ഥിക്കും. നമുക്കൊരു അസുഖം വരുമ്പോൾ നമ്മൾ പഠിച്ചോനെ ശരിക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും, അല്ലെ? അസുഖം മാറിയാലോ അത്ര ആത്മാർത്ഥം ഉണ്ടാവോ? ഖുർആൻ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലെ ഒരു വാചകം കൊണ്ടല്ല, നമുക്ക് പാലം കടക്കോളം അത് കഴിഞ്ഞാൽ പോരായണ. ഇത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യൂസുഫ് അലൈഹി സ്വലാമക്ക് അധികാരം കിട്ടി, ഇപ്പൊ എന്തും ചെയ്യാം അദ്ദേഹത്തിന്. വേണമെങ്കിൽ പിടിച്ചു വെച്ച് ബിന്യാമിനെ വിട്ടുകൊടുക്കാം. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം പറയുന്ന വാക്ക്, ഞാൻ ഈ അക്രമം പ്രവർത്തിക്കോ? എനിക്ക് ദുർബലമായ ഒരു അവസ്ഥയിൽ ഞാൻ ഒരു അക്രമം പ്രവർത്തിച്ചിട്ടില്ല. എനിക്കൊന്നും, ഞാൻ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ അവനോടാണ് ഞാൻ തൂങ്ങിക്കിടന്നത്, ക്ലിങ് ടു അല്ലാഹ്. പക്ഷെ ഇപ്പോ അധികാരമുള്ള ഒരു സന്ദർഭത്തില് ഞാൻ അത് ചെയ്യോ? ലെസൺ നമ്പർ 2 അതാണ്. നമുക്ക് കഴിവുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പ്രതികാരം ചെയ്യാൻ സാധിക്കുമ്പോൾ പ്രതികാരം ചെയ്യാതിരിക്കുന്നതാണ് എന്ത്? ശക്തി എന്ന് പറയുന്നത്, അല്ലെ? കോപം പ്രകടിപ്പിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരിക്കെ കോപം പ്രകടിപ്പിക്കാതിരിക്കലാണ്. ഓഫീസിൽ സിഇഒയുടെ മുമ്പിൽ കോപം പ്രകടിപ്പിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താ? പ്രകടിപ്പിച്ച പിറ്റേന്ന് വീട്ടിലിരിക്കേണ്ടി വരും. പക്ഷെ വീട്ടിൽ വരുമ്പോ വൈഫിനോട് അല്ലെങ്കിൽ ഭർത്താവിനോടോ ഇഷ്ടം പോലെ പ്രകടിപ്പിക്കാം. അപ്പൊ അടക്കി പിടിക്കാൻ പറ്റുമോ? അതാണ് കോപം അടക്കുന്ന യഥാർത്ഥ അവസ്ഥ. ആദ്യത്തത് എന്തല്ല, നിസ്സഹായ അവസ്ഥയാണ്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഈ രണ്ടവസരം, അതൊരു ലിറ്റററി ആൻസറാണ്. കാരണം ഇനി അവിടെ നോക്കൂ, പിന്നെ പറയുന്നത് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ. ആ മആദ പറഞ്ഞ ഉടനെ അദ്ദേഹം പറയുന്നത് അക്രമികൾ വിജയിക്കൂല. അതിനുശേഷം ഇവിടെ നോക്കൂ, മആദല്ലാഹ് ഇല്ലാമൻ വജദനാ മതാഅൻ ഇന്ന ഇദല്ല ളാലിമൂൻ. ഞങ്ങളങ്ങനെ അപ്രകാരം പ്രവർത്തിച്ചാൽ ഞങ്ങൾ അക്രമികളായി പോകും. മനുഷ്യന്മാർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം അവിടെ മാതല്ല പറഞ്ഞിട്ടുണ്ട്, അവിടെ ലാലിമും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മാതല്ല പറഞ്ഞാൽ ഉടനെ ലാലിമു പറയണമെന്ന് മനുഷ്യർക്ക് ഓർക്കൂല. മനുഷ്യർക്ക് അത് പറയാൻ പറ്റില്ല. ദിസ് ഇസ് ഡിവൈൻ സ്പീച്ച്. ഇതൊക്കെ തെളിവാണ്. കാരണം അള്ളാഹു അല്ലാതെ ഇങ്ങനെ കഥ പറയൂല. അതുകൊണ്ടാണ് അഹ്സനൽ ഖസസ് എന്ന് സൂറത്ത് യൂസുഫിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നോക്കൂ, ലാ യുഫ്ലിഹു ളാലിമൂൻ ഇന്നാ ഇദൽ ളാലിമൂൻ. ഇനി ഫലമ്മ സമഅത് ബിമക്രിഹിന്ന അർസലത് ഇലൈഹിന്ന വഅതദത് ലഹുന്ന മുത്തക്കാൻ. പ്രഭു ഇമ്രാത്തുൽ അസീസിന്റെ കുതന്ത്രത്തെ കുറിച്ച് കേട്ടപ്പോ അവരാളയച്ചു. അപ്പൊ എല്ലാവരും വന്നു. എന്തിനാ വന്നത്? ഇവരെ ക്ഷണിച്ചതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു വന്നാണോ? അല്ല, എന്തോ ഉണ്ട് കൊട്ടാരത്തില്. ആ വിവരം നമുക്ക് കിട്ടണം, അല്ലെ? ഫ്രണ്ടാണ്, പക്ഷെ അതേസമയം എനിമിയാണ്. ഫ്രനിമിയാണ്. അവരൊക്കെ ഫ്രനിമീസ് ആണ്. ഒരേ സമയം ഫ്രണ്ടുമാണ്, അതേസമയം എനിമിയാണ്. കാരണം എന്താ ഇപ്പൊ ഈ കൊട്ടാരത്തിൽ എന്താ നടക്കണമെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി വന്നാണ്. അപ്പോ അവരെന്ത് ചെയ്തു? യൂസുഫിന്റെ പബ്ലിക് ഡിസ്പ്ലേക്ക് വെച്ചു. ആര്? ഇമ്രാത്തുൽ അസീസ് യൂസുഫ് നബീനെ പബ്ലിക് ഡിസ്പ്ലേ കം, അല്ലെ? അപ്പോ കാലത്ത് ഖുറുജ് അലൈഹിന്ന, അവരുടെ ഇടയിൽ കൂടെ വരൂ. അപ്പൊ അവര് പറഞ്ഞ വാചകമാണ് അക്ബർനഹു, വലിയതായിട്ട് കണ്ടുകൊണ്ട് അവരുടെ കൈ മുറിച്ചു. എന്നിട്ട് പറഞ്ഞു വഖുൽന ഹാഷലില്ല
ഹാഷലില്ല എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊരു അത്ഭുതം അല്ലെ, വളരെ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കാണത്. ശരിക്കും ഇവിടെ ഹാഷലില്ല എന്ന് പറയുന്നത് അവർ അള്ളാഹുൽ വിശ്വസിച്ചിട്ട് പറയണാണോ? അല്ല. കാരണം ഇവരൊക്കെ ഇന്നഹും ഖൗമുൻ ലാ അല്ല ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുമിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അങ്ങനെയാണ്. പക്ഷേ അതിനുശേഷം ഖാല മാ ഖത്ബുകുന്ന ഇത് റാബത്തുടെ ഇതെപ്പോഴാ സംഭവം? ജയിലിൽ നിന്ന് പുറത്തു വരാൻ നേരത്തെ യൂസുഫിനെ ആളയച്ചു രാജാവ്. യൂസുഫ് നബി പറഞ്ഞു ഞാൻ വരൂല, അല്ലെ, ഞാൻ വരൂല, ഇപ്പൊ വരൂല, ഞാൻ എപ്പോഴേ വരുള്ളൂ, എന്റെ നിരപരാധിത്വം തെളിയണം. തിരിച്ചു വന്ന ആളോട് പറഞ്ഞു കൈ മുറിച്ച സ്ത്രീകളുടെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ പോവാം. അങ്ങനെ രാജാവ് പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി, അതേ ഫ്രണ്ടിമീസിന് എല്ലാവരെയും വിളിച്ചുകൂട്ടി ചോദിച്ചു മാ ഖത്ബുകുന്ന, എന്താ നിങ്ങളുടെ കാര്യം? ഇത് റാബത്തുന്ന യൂസുഫനെ, നിങ്ങളൊക്കെ കൂടി യൂസുഫിനെ എതിരെ ഒരു അദ്ദേഹത്തെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചല്ലോ, അപ്പോഴെന്താ കാര്യം? കൊല്ല അവര് പറഞ്ഞു ആശ്രയില്ല. ഒരേ വാചകം, ഒരേ വാക്ക്, രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പറയണം. ആദ്യത്തേത് ഒരു ഒരു എന്താ പറയാ ഒരു സ്ലാൻഡർ ആയിട്ടാണ് പറഞ്ഞത്, ഒരു ആക്ഷേപമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത് പറഞ്ഞതോ അവര് യഥാർത്ഥത്തിൽ തന്നെ ആത്മാർത്ഥമായി പറഞ്ഞതാണ്. ഹാഷലില്ല, യൂസുഫ് അങ്ങനെ ചെയ്യൂല, അദ്ദേഹം മാന്യനാണ്, അതാണ്. അദ്ദേഹത്തിന് ഒരു തെറ്റും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഇമ്രാത്തുൽ അസീസ് പറഞ്ഞിട്ടുള്ള മീനിങ് ടു സേ. അതിനുള്ള പാഠം നമ്മുടെ ജീവിതത്തില് ചിലപ്പോഴൊക്കെ നമ്മള് ചില പദങ്ങള് അല്ലെങ്കിൽ ചില വാചകങ്ങള് അതിന്റെ കോണ്ടെക്സ്റ്റിന് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ആ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോലും അള്ളാഹുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചില ആളുകളെങ്കിലും ഉപയോഗിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടം അള്ളാഹു പിന്നീട് ഉണ്ടാക്കി തീർത്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കണം. നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലേക്ക് പോവാം. യൂസുഫിന്റെ അനുവാദം വാങ്ങിയിട്ട്, പിതാവിന്റെ അടുത്ത് അനുവാദം വാങ്ങിയിട്ട് യൂസുഫിനെ പിന്നെ കൊണ്ട് പോകണം. കിണറ്റിലിടാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ വെച്ച് അള്ളാഹു അദ്ദേഹത്തിന് ദിവ്യബോധനം കൊടുക്കണം, ഇൻസ്പയർ ചെയ്യണം. എന്താ പറയുന്നത്? ഈ കാര്യത്തെ കുറിച്ച് താങ്കൾ അവരോട് പറയുക തന്നെ ചെയ്യും. അവരറിയാത്തൊരവസരത്തിൽ താങ്കൾ ഇത് പറയും. ഇതേ അവസ്ഥ പിന്നീട് വരരുത്. ആ ഒരു അള്ളാഹു ഇവിടെ വെച്ച് പറഞ്ഞ ഈ 15-ാമത്തെ ആയത്തിൽ പറഞ്ഞ അതേ അവസ്ഥ പിന്നീട് എപ്പോഴാ വരുന്നത്? 58-ാമത്തെ ആയത്തിൽ പറയണേ. അപ്പൊ അള്ളാഹു അത് ഉപയോഗിച്ച് പറഞ്ഞു നോക്കണം. നോക്കൂ, യൂസുഫിന്റെ സഹോദരങ്ങൾ വന്നു. അദ്ദേഹം അവരറിഞ്ഞു. ഒറ്റ നിമിഷത്തിൽ നോക്കിയ അതേ നിമിഷത്തിൽ തന്നെ യൂസുഫ് നബിക്ക് മനസ്സിലായി ഇതാരാണ്, ബ്രദേഴ്സാണ്. പക്ഷെ അവർക്ക് തിരിഞ്ഞില്ല. കാരണം ഈ ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇങ്ങനത്തെ ഒരു സാഹചര്യം വേണം. മനുഷ്യന്മാർക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല കഥ. നമ്മൾ കഥ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. പക്ഷെ പടച്ചോൻ അതാണ് അഹ്സനൽ ഖസസ്. ഇതും ഒരു ആങ്കറാണ്. എന്നിട്ട് യൂസുഫ് അലൈഹിസ്സലാം ആലോചിക്കണം, ഞാൻ എങ്ങനെ ഇവരോട് പറയും? യൂസുഫ് അലൈഹിസ്സലാം പോലും ആ കഥ എങ്ങനെ ശരിക്കും ഞാൻ യൂസുഫാണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞോ? ഈ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞോ? ഇല്ലല്ലോ. ആദ്യം ബിന്യാമീനെ, നിങ്ങൾക്കൊരു സഹോദരൻ ഉണ്ടല്ലോ, ആരൊക്കെ ഉണ്ട് വീട്ടില്? ഒരാളും കൂടെ ഉണ്ട്, അയാളെ കൊണ്ടുപോകാം. എന്നിട്ട് പിടിച്ചു വെച്ചു. ആ പിടിച്ചു വെച്ചതിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ധാർമ്മികമായി ചർച്ച ചെയ്യാം. പക്ഷെ അങ്ങനത്തെ ഒരു അതിനെ കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ അത് ഏറ്റവും മനോഹരമായിട്ട് തിരിച്ചു പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ പ്രതികാരം മധുരമായിട്ടുള്ള പ്രതികാരമല്ലോ. ആ പ്രതികാരത്തിന് അള്ളാഹു പറഞ്ഞ തുടക്കത്തിൽ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത വഹിയുടെ എല്ലാ ലക്ഷണങ്ങളും അതിൽ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമ്മള് ഇത് ഞാൻ ഒരു എക്സാമ്പിൾ ആണ്, സൂറത്ത് യൂസുഫിലെ ചില എക്സാമ്പിൾ പറഞ്ഞു. ഇതുപോലെ നമ്മൾ സൂറത്തുകൾ പഠിച്ചാൽ, ഖുർആൻ പഠിച്ചാൽ, ഖുർആനിലെ അള്ളാഹു കൊടുക്കുന്ന ഫോക്കസ് എവിടെയാണ്, അള്ളാഹു എങ്ങനെയാണ് പദങ്ങൾ ഉപയോഗിക്കുന്നത്, കഥ പറയുന്നത് എങ്ങനെയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്, ആ അർത്ഥത്തിൽ നമ്മൾ ഖുർആനെ പഠിക്കാൻ ശ്രമിച്ചാൽ
ഇത് ഉറപ്പായിട്ടും നമുക്ക് ബോധ്യപ്പെടും. മാ ഹാദാ ഖൗലുൽ ബശർ ഇൻ ഹാദാ ഇല്ലാ ഖുർആനുൻ കരീം. നേരത്തെ പറഞ്ഞതിനോട് സാമ്യമെടുത്ത് പറഞ്ഞു. ഇത് ഖുർആൻ അഫബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ. അല്ലേ, ഈ ഖുർആനെ കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ മുദ്ഹിനൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എണ്ണയുടെ ബട്ടർ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ബട്ടറിനെ ഇട്ടിട്ടുള്ള അവസ്ഥയിൽ പോയാൽ പോരാ, മറിച്ച് ഇതിനെ നിങ്ങൾ കളവാക്കുകയാണെന്ന് മനുഷ്യരോട് ചോദിച്ചില്ലേ? അപ്പൊ ഖുർആനിനെ നമ്മൾ ആ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ശരിക്കും നമ്മൾ അടുത്തൊരു സൂറത്ത് പ്ലാൻ ചെയ്തത് സൂറത്തുൽ കഹ്ഫ് ആകട്ടെ, അതിനുശേഷം ഇതുപോലത്തെ കഥകൾ വെച്ചിട്ടുള്ള കഥകൾ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് സൂറത്ത് യൂസുഫ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, അതെടുത്തിട്ട് നമുക്ക് പറയുമ്പോൾ കാര്യങ്ങൾ വേഗം ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ അതൊക്കെ പറയൂ. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ഖുർആൻ പഠനത്തിൽ എന്ത് പുരോഗതിയാണ് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ 7 വർഷം 8 വർഷമൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉള്ള ആളുകൾ, ഒപ്പം പഠിച്ചു പോരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഖുർആനിനോടൊപ്പമുള്ള യാത്ര നമുക്ക് എളുപ്പമായത്, നമുക്കത് ഉപകാരപ്രദമായത് എന്നൊക്കെ നിങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പോ ഇനിയും നമ്മുടെ ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. ഒരിക്കലും ഖുർആൻ പഠനം എവിടെയും വെച്ച് അവസാനിപ്പിക്കരുത്. ഒന്നുകിൽ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ക്ലാസ്സിൽ നിങ്ങൾ സ്വന്തം നിലക്ക് ഒക്കെ ആയിട്ട് ഖുർആന്റെ ഒപ്പമുള്ള യാത്ര നിങ്ങൾ തുടരണം ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ഖുർആനോടൊപ്പമുള്ള യാത്ര തുടരാൻ അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.